ഈ ബാലിവധം പല പ്രാവശ്യം ഇവിടെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാലിപ്പോ ഒരു സദസ്സിൽ ചോദ്യം വന്നപ്പോ എന്താ ചെയ്യാ, പറയാണ്ട്. അപ്പൊ നമ്മളിതൊക്കെ മറുപടി പറഞ്ഞാലും ബാലിവധം ഒരു തർക്ക വിഷയമായി തന്നെ തുടരും ലോകമുള്ള കാലത്തോളം. രാമായണത്തെക്കുറിച്ച്, രാമനെക്കുറിച്ച്, വാലിയെക്കുറിച്ച് ജനങ്ങൾ പറയും കാലത്തോളം അത് രാമൻ ചെയ്തത് ശരിയായില്ല എന്ന് നാട്ടുകാർ പറയും. അത് ഉറപ്പാകാൻ ചെയ്ത രീതി അങ്ങനെയാണ്. പക്ഷേ അതിൽ അധർമ്മം ആരോപിക്കരുത്. കാരണം നോക്കൂ, ഈ രാമൻ വാലിയെ കൊന്നത് ശരിയായില്ല, ശരിയാണോ എന്ന് ചോദിക്കുന്നവര് രണ്ട് രീതിയിലാണ്. മനസ്സിലാക്കാൻ ചോദിക്കുന്നവരുണ്ടാവും, നിന്ദിക്കാൻ ചോദിക്കുന്നവരുണ്ടാവും. രണ്ടു പേർക്കും മറുപടി രണ്ടാണ്. ഒരു മറുപടി രണ്ടാക്കുമല്ല. ചോദ്യം നിന്ദിക്കാനാണോ മനസ്സിലാക്കാനാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നിന്ദിക്കാനാണെന്ന് വരികിൽ ഒരു മറുപടി, മനസ്സിലാക്കാനാണെന്ന് വരികിൽ വേറെ മറുപടി. നിന്ദിക്കാൻ ചോദിക്കുന്നവരോട് എങ്ങനെയാണ് മറുപടി? ഒരിക്കലുണ്ടായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് വളരെ തെറ്റായി പോയില്ലേ, രാമൻ ധർമ്മമൂർത്തിയാണെന്ന് പറഞ്ഞു, എന്നിട്ട് രാമൻ വാലിയെ കൊന്നില്ലേ, മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നിട്ട്. നമ്മൾ രാമനോ മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നിട്ടോ? വാലിയെയോ? ഇവിടെ ഏത് വാലി, ഏത് രാമൻ? ഏത് പത്രത്തിൽ എന്നുണ്ടായതാണ്? ഇതായത് മനസ്സിലായില്ലല്ലോ. അല്ല, രാമൻ വാലിയെ കൊന്നില്ലേ? നിങ്ങൾ തെളിച്ചു പറയും, എനിക്കൊന്നും മനസ്സിലാവില്ല. ഏത് രാമൻ, ഏത് വാലി, എപ്പോ കൊന്നു, എവിടുന്ന്, എന്നിട്ട് കേസുണ്ടായി, എന്തുണ്ടായത്, വിഷയം പറയൂ. സ്വാമി എന്തൊന്നും അറിയാഞ്ഞിട്ടാണ്, ഒന്നും അറിയാഞ്ഞിട്ടാണ്. അവസാനം അയാളെന്നെ പറഞ്ഞത് രാമായണത്തിൽ. അത് ശരി, ഏത് രാമായണം? രാമായണം അതെന്താണത്? എന്താണ് രാമായണം എന്ന് പറഞ്ഞാൽ? വാൽമീകി. ഓ, വാൽമീകി. എന്നിട്ട് ഇതുണ്ടായതാണ്, തമാശയല്ല. അപ്പൊ വാൽമീകി എഴുതിയ രാമായണത്തിൽ രാമൻ എന്നൊരാള് വാലി എന്നൊരാളെ മരത്തിന്റെ മറവിൽ നിന്ന് അമ്പെയ്ത് കൊന്നു. അത് അധർമ്മമായി പോയി. ഇതാണ് പരാമർശം. നമ്മൾ ചോദിച്ചത് വാൽമീകി രാമായണത്തിലുള്ളതാണല്ലേ? അതെ. ഈ വാൽമീകി രാമായണത്തിലുള്ള ഒരു ആശയം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? വാൽമീകി പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വാസം, അല്ലെങ്കിൽ ചോദ്യം വരുന്നല്ലോ. അപ്പോ ഇത് എവിടെയാ വാൽമീകി പറഞ്ഞത്? അത് എവിടെയാണെന്ന് എനിക്കറിയാം. വാൽമീകി രാമായണത്തിലുണ്ട്. ശരി, എന്നാലും ഒന്നാമത്തെ കാണ്ടാണല്ലോ? അല്ല. രണ്ടാമത്തതാണോ? അല്ല. ശരി, എങ്കിൽ തുടക്കത്തിൽ തന്നെ വാൽമീകി പറഞ്ഞിട്ടുണ്ട് രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ്. എന്ത് രാമൻ ചെയ്തുവോ അത് ധർമ്മമാണ്. രാമന്റെ ചെയ്തിയെ മനസ്സിലാക്കേണ്ടുന്നതാണ് ധർമ്മം എന്ന് വാൽമീകി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറഞ്ഞ ശേഷമാണ് രാമന്റെ വിവിധങ്ങളായ ചരിത്രങ്ങളെ പറയുന്നത്. ശ്രദ്ധിക്കുക, ആ പറയുന്ന കൂട്ടത്തിലാണ് വാലിയെ കൊന്നത് പറയുന്നത്. അപ്പൊ വാൽമീകി ആദ്യം പറഞ്ഞു രാമൻ എന്ത് ചെയ്തോ അത് ധർമ്മമാണ്, രാമൻ ചെയ്തത് ധർമ്മം എന്നറിയേണ്ടതാണെന്ന്. അത് കഴിഞ്ഞിട്ട് വാലിയെ കൊന്നു എന്ന് പറഞ്ഞു, കൊന്ന രീതിയും പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് ധർമ്മമാണെന്ന് മനസ്സിലാക്കണം. കാരണം വാൽമീകി ആദ്യം പറഞ്ഞത് വിശ്വസിക്കുക, രണ്ടാമത് പറഞ്ഞ വിശ്വസിക്കാതിരിക്കുക, അത് പറഞ്ഞാൽ പറ്റില്ല. ഇത് വിമർശിക്കുന്നവരോട് പറഞ്ഞ അവരെ വിഡ്ഢിയാക്കിയ വഴിയുള്ളൂ. അപ്പൊ ചോദ്യം, വിഡ്ഢിയാക്കിയത് നമുക്ക് പ്രയോജനമില്ലല്ലോ. വിമർശിക്കുന്നവർ അങ്ങനെ തന്നെയാ വേണ്ടത്. ഒന്നും അറിയാത്ത ഭാവം നടിച്ചേക്കുക, പിന്നെ അവർ ചോദിക്കില്ല. അതേ വഴിയുള്ളൂ. ഇനി മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നവരാണെങ്കിൽ മറുപടി വേറെയാണ്. അതൊക്കെ ശാന്തമായി പറഞ്ഞു കൊടുക്കണം. അവരോട് ഇങ്ങനെയൊന്നും പറയരുത്. അവരോട് പറയണം രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ്, രാമൻ എന്ത് ചെയ്തു അത് ധർമ്മമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പരമപ്രമാണം വാൽമീകീയ രാമായണമാണ്. ഇത് പറയാൻ കാരണം രാമായണങ്ങൾ അനവധിയുണ്ട്. അനേകം ഗ്രന്ഥങ്ങൾ രാമായണം എന്ന പേരിലുണ്ട്. രാമൻ മദ്യപനും ദുർവൃത്തനും അത്യന്തം ദുരാചാരങ്ങൾ ചെയ്യുന്നവനൊക്കെ ആയിട്ട് ചിത്രീകരിക്കപ്പെട്ട രാമായണം വരെ ഉണ്ട്. അതൊന്നും നമുക്ക് പ്രാമാണികമല്ല. രാമായണം എന്ന് പറയുമ്പോൾ വാൽമീകി രാമായണം 1, 2 അധ്യാത്മ രാമായണം, ഇതാണ് മനുഷ്യലോകത്തിൽ നമുക്കിടയ്ക്ക് ഏറ്റവും പ്രാമാണികങ്ങൾ. ശ്രദ്ധിക്കുക. അപ്പോ ഈ പ്രാമാണികമായ രാമായണത്തിലേക്കൊന്ന് നോക്കാൻ പറയുക. ഈ ഭാഗത്ത് അവിടെ നമുക്ക് അല്പം പരിശോധിച്ചാൽ നോക്കൂ, ആദ്യം തന്നെ നമ്മൾ വേണ്ടത് വാലിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കണം.
വാലി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്നവനല്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്നത്, തനിക്ക് ശരിയെന്ന് ഉറച്ചു മനസ്സിലാക്കുന്നത് മാത്രമേ താൻ സ്വീകരിക്കൂ, അല്ലാതെ സ്വീകരിക്കില്ല. ആര് പറഞ്ഞാൽ പോലും തനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ മാത്രമേ വാലി അംഗീകരിക്കൂ. ആര് പറഞ്ഞാലും, സുഗ്രീവൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാൽ തനിക്ക് ശരി തോന്നിയാൽ മാത്രം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് വാലിയുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സ്വീകരിക്കുന്ന വ്യക്തിത്വമല്ല. ഇത് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് വരാം. വാലിയ സുഗ്രീവനും തമ്മിൽ ഗംഭീരമായ മുഷ്ടിയുദ്ധം നടക്കുകയാണ്. മുഷ്ടിയുദ്ധമാണ്. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് വ്യത്യസ്ത വൃക്ഷങ്ങളെ മറഞ്ഞുകൊണ്ട് രാമൻ, ഹനുമാൻ, ലക്ഷ്മണൻ, നീലൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോ ആ സമയത്താണ് ഏകദേശം സുഗ്രീവൻ കീഴ്പ്പെടുന്ന ഘട്ടം വന്നപ്പോ രാമൻ രമ്പയക്കുന്നത്. വാലിക്ക് തറച്ചു, വാലി വീണു. വാലിയുടെ കഴുത്തിലൊരു മാലയുണ്ട്. അത് ധരിച്ചിരിക്കുന്ന കാലത്തോളം വാലിയുടെ നേർക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. ആർക്കും പരാജയപ്പെടുകയുള്ളൂ. ആരായാലും, രാമനല്ല ആരായാലും ശരി, നേർക്ക് നിന്നാൽ പരാജയപ്പെടും. നേർക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല ഈ മാല കഴുത്തിലുള്ള കാലത്തോളം. അതുകൊണ്ട് നേർക്കല്ലാണ്ട് നിന്നു. യുദ്ധം ചെയ്തിട്ടൊന്നുമില്ല. രാമനും വാലിയും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടില്ല. യുദ്ധത്തിൽ ഒളിഞ്ഞു നിന്ന് കൊന്നു പറഞ്ഞാൽ തെറ്റാണ് രാമൻ ചെയ്തത്. യുദ്ധത്തിലല്ല രാമൻ ഒളിഞ്ഞു നിന്ന് കൊന്നത്, അല്ലാതെ ഒളിഞ്ഞു നിന്ന് കൊന്നതാണ്. രാമനും വാലിയും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടില്ല. സാധാരണ ഒരു വാനനെ കൊല്ലും പോലെ. റൈറ്റ്. അവിടെ ഏതായാലും ഇങ്ങനെ സാധാരണ ഒരു വാനനെ കൊല്ലും പോലെ രാമൻ ഇത് വാലി വീണോ? ഉടനെ വാലി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? വാനരമാംസം അഭക്ഷ്യമാണല്ലോ, അങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാമൻ ശ്രദ്ധിക്കണം, വാലിയുടെ വ്യക്തിത്വം ആദ്യം മനസ്സിലാക്കിയിരിക്കണം. രാമൻ അടുത്ത് നിന്ന് വാലി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറയാൻ തുടങ്ങി. മനു ഈ ലോകത്തിലെ ഭരണക്രമം ഉണ്ടാക്കി അനന്തരം സമസ്ത വംശങ്ങളുടെയും മുകളിൽ ആധിപത്യം ഇക്ഷ്വാകുവിന് നൽകുകയും ഇക്ഷ്വാകുവിന്റെ പിന്മുറക്കാർ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുകയും ചെയ്യുകയാണ്. അതിന് കീഴിൽ വ്യത്യസ്ത വംശങ്ങൾക്ക് വ്യത്യസ്ത രാജാക്കന്മാരും നിയമവ്യവസ്ഥകളുമായി മുന്നേറുന്നുണ്ട്. ആ ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പിറന്ന ദണ്ഡന്റെ പിന്മുറക്കാരനായ ദശരഥന്റെ പുത്രനാണ് ഞാൻ, രാമൻ. പ്രത്യേകിച്ച് ദണ്ഡന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവ് ജീവിച്ചിരിക്കുന്ന അനുജന്റെ ഭാര്യയെ ബലാത്കാരേണ സ്വന്തം ഭാര്യയായിട്ട് വെച്ചാൽ എന്ത് ശിക്ഷയാണോ കൊടുക്കേണ്ടത് അത് മാത്രമേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. വാലി ഒന്നും മിണ്ടിയില്ല അല്പനേരം. എന്നിട്ട് വാലി എന്താ പറഞ്ഞു എന്നറിയോ? രാമ, എന്റെ അമ്പ് വലിച്ചു വരൂ, എനിക്ക് തടവി തരൂ. വളരെ വളരെ വികാരഭരിതമായ രംഗങ്ങളാണ് ഒക്കെ. തന്റെ കഴുത്തിലൊരു മാലയുണ്ട്. ഈ മാല ധരിച്ചാൽ പിന്നെ നേർക്കുനേർക്കാർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അടുത്ത അംഗദനുണ്ട്, സുഗ്രീവനുണ്ട്, ഹനുമാനുണ്ട്, നീലനുണ്ട്, ലക്ഷ്മണനുണ്ട്, രാമനുണ്ട്. ഇവരൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഏതൊരച്ഛനായാലും ആ മാല സ്വന്തം മകനല്ലേ കൊടുക്കുക? പക്ഷേ താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അത്രയ്ക്കധികം പശ്ചാത്താപ ഭാരം വാലിക്കുണ്ടായി. അത് കാണിക്കുന്നു. ആ മാല ഊരി സുഗ്രീവന്റെ കഴുത്തിലിട്ടു. ഈ നിമിഷം വരെ താൻ ശത്രുവായി കണ്ടിരുന്ന സഹോദരന്റെ കഴുത്തിലേക്ക് ആ മാല ഇടിപ്പിക്കുകയാണ്. എത്രമാത്രം പരിവർത്തനം ആ വാലിയിൽ സംഭവിച്ചു എന്നുള്ളതിന് ഇതിൽ പരം മറ്റൊരു ദൃഷ്ടാന്തത്തിന്റെ ആവശ്യമുണ്ടോ? എന്നിട്ട് വാലി പറഞ്ഞു, അനുജ, എന്റെ മകനായ അംഗദനെ നീ പരിപാലിക്കണമേ. ഞാൻ എപ്രകാരം താരയെ പരിപാലിച്ചു അപ്രകാരം നീയും താരയെ പരിപാലിക്കണമേ. അക്കാലത്ത് വാനര വംശത്തിന്റെ നിയമമായിരുന്നു, ജ്യേഷ്ഠൻ മരിച്ചാൽ ജ്യേഷ്ഠ പത്നിയെ അനുജൻ
വിവാഹം കഴിക്കണമെന്ന്. അത് കേവലം ഇവിടെ വാനരന്മാർക്കിടയ്ക്ക് മാത്രമുള്ള നിയമമല്ല, ലോകത്തിൽ പല രാജ്യങ്ങളിലും ആ നിയമം അക്കാലത്ത് നടപ്പിലുണ്ടായിരുന്നു. ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത് ഈ നിയമം അനുസരിച്ച് ഒരുപാട് ഗോത്രങ്ങൾ പല പ്രദേശത്ത് ജീവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നടക്കണത് നിയമമല്ലല്ലോ, നിയമമായി തന്നെ ഉണ്ടായിരുന്നു പല ഗോത്രങ്ങൾക്കിടയ്ക്ക്. ഈ ബൈബിളിലെ ഓണാന്റെ കഥയൊക്കെ പ്രസിദ്ധമാണ്. ഇതേ പ്രയോഗം ശ്രദ്ധിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് വാലി ഈ മാല സുഗ്രീവന്റെ കഴുത്തിലിടിച്ച് മരിക്കുക ചെയ്യണത്. എത്രമാത്രം വാലിക്കൊരു ബോധമുണ്ടായി, എത്രമാത്രം പരിവർത്തനം ഉണ്ടായി. പക്ഷെ നമുക്ക് ഇക്കാലത്തും ബോധിക്കുന്നില്ല. വാലി അന്നേ മനസ്സിലാക്കിയ നമ്മൾ ഇന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളിത് രാമൻ അധർമ്മം ചെയ്തു, രാമൻ അധർമ്മം